ഹായ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ മേക്കപ്പിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒരാളാണ്, അതല്ല മേക്കപ്പിനെ കുറിച്ച് പഠിക്കാൻ പോകണുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിവിടെ നിന്ന് പറയാൻ പോണത് ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികളല്ല ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മേക്കപ്പിലായാലും ശരി, സ്കിൻ കെയറിലായാലും ശരി, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. അതായത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. അത് നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ കടലമാവ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷുകൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഞാനിവിടെ ഇന്ന് എടുത്തത് ലോറിയൽ പാരീസിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. സ്കിൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫേസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ടോണർ അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു കെയറും കൂടിയാണ്, സ്കിന്നിന് കൊടുക്കുന്ന ഒരു കെയറും കൂടിയാണ് ടോണർ അപ്ലൈ ചെയ്യണത്. അത് ഞാൻ യൂസ് ചെയ്യണത് ഇന്ന് നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഒരു കുക്കുംബർ ടോണറാണ്. നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടല്ലോ, അതും നല്ലതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുക്കുംബർ ടോണർ എല്ലാം നല്ലതാണ് കേട്ടോ. ഏതായാലും മതി. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ബിഗിനേഴ്സിന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് ടോണിങ് ആണ്. അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. മോയ്സ്ചറൈസർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് വാഷ് ആയാലും ശരി, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയേണ്ട വേണം, മാർക്കറ്റിൽ ഇപ്പോൾ എന്താ പറയുക, കോമ്പിനേഷൻ സ്കിന്നിന് വരെ ഫേസ് വാഷ് ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഓൾ സ്കിൻ ടൈപ്പിനുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ചില ഫേസ് വാഷുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസ് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ലേ നമ്മുടെ സ്കിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടും നമ്മുടെ സ്കിന്ന്. അതിനാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും മതി. ഞാനിവിടെ VLCCയുടെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത് മോയ്സ്ചറൈസിങ്, അത് സ്കിപ്പ് ചെയ്യരുത്. പക്ഷെ എന്നാലും ഒന്നും കൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യണത് ലോട്ടസിൻ്റെയാണ്. ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ്, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഫേസിൽ മാത്രമല്ല, സ്കിന്നിലും കയ്യിലും നമ്മുടെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സൺ പ്രൊട്ടക്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ തന്നെയാണ്. ലോട്ടസിൻ്റെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ വാങ്ങിക്കുമ്പോൾ ഇത് പ്രത്യേകം വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. PA+ UVA, SPF 30, UVB പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും നോക്കുക. ചിലത് SPF 40 ഒക്കെ ഉണ്ടാവും, കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം അങ്ങനത്തെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതൊരിക്കലും നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് ഇറങ്ങേണ്ട, നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, സ്കിന്നിനൊരു കോട്ടിംഗ് ആണ്. സ്കിന്നിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ആയിട്ട് തന്നെ നിന്നാൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നെക്കിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഫൗണ്ടേഷൻ എന്നുള്ളത്. അല്ല, ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ കുറേ ഡൗട്ട്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അത് കുറച്ചധികം ഉണ്ട്, അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ കുറച്ചധികം വീഡിയോ ലെങ്ത് ആയിട്ട് വരും. അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ട് ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഏറ്റവും നല്ലത്. സ്റ്റിക്ക് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്, നൈക്കയുടെ ഒരു സ്റ്റിക്കാണ് ഇത്. കറക്റ്റ് ഇതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ച് പാടുമാണ് കേട്ടോ. സ്റ്റിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇത്തിരി പാടുള്ള കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അതിൽ തന്നെ ഏറ്റവും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മുടെ ഫിറ്റ്മിയുടെ ഈ ഒരു
ഈ ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര നല്ലതാണ്. പിന്നെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ നോക്കുക. ആദ്യമായിട്ട് യൂസ് ചെയ്യണവർക്കൊക്കെ അതാണ് നല്ലത്. വലിയൊരു ബോട്ടിൽ വാങ്ങി നമുക്ക് ചേരാത്തൊരു കളറൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഡാർക്ക് ആവാനും പാടില്ല, ഒരുപാട് ലൈറ്റ് ആവാനും പാടില്ല. കുറച്ച് ഡാർക്ക് ആയാലും വേണ്ടില്ല, ലൈറ്റ് ആവരുത്, നമ്മുടെ സ്കിന്നിന് ചേരില്ല അത്. പിന്നെ നമുക്കൊരു 1-2 കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. എനിക്ക് മുമ്പ് വേണമെന്ന് വെച്ചാൽ പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്യണമെങ്കിൽ മേക്കപ്പ് ഒന്നും കൂടെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഇതുപോലെ ഇരിക്കും, പല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്പഞ്ച് മതി. ഇതൊരു കൂടി വന്ന ഒരു 80 രൂപ 100 രൂപ അത്രേ വരുന്നുള്ളൂ. 40 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്, അതിൽ കുറവിൻ്റെ ഉണ്ട്. ഏറ്റവും നല്ലത് എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൺസീലറാണ്. ഞാനിവിടെ എടുക്കുന്നത് PSCയുടെ കൺസീലറാണ്. കൺസീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിലർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്സോ കാര്യങ്ങളോ, അതുപോലെ കണ്ണിന് ചുറ്റും നല്ലതായിട്ട് കറുത്ത നിറമുണ്ട്, ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ എടുക്കുക. കൺസീലർ അപ്ലൈ ചെയ്താൽ അതൊക്കെ ഹൈഡായി പോകും. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാനാണ്. കോമ്പാക്ട് അല്ലെങ്കിൽ ബനാന പൗഡർ. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നൈക്കയുടെ ഒരെണ്ണുണ്ട്, അതുപോലെ തന്നെ മെബലൈൻ്റെ ഫിറ്റ്മിയുടെ വാങ്ങണമായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. റീസണബിളും ആണ്, എന്നാൽ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് നമ്മുടെ മേക്കപ്പിന്. അതിന് കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇത് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സെറ്റായിരിക്കും. നമ്മുടെ ഈ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, നല്ലൊരു കാജൽ വേണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഫേസസിൻ്റെ ഈ ഒരു കാജലാണ്, ഫേസസ് കാനഡയുടെ മാഗ്നറ്റ് ഐസ് എന്ന് പറഞ്ഞിട്ട് നല്ല കാജലാണ്. എൻ്റെ ഫേവറേറ്റ് കുറേ ഉണ്ട്, പക്ഷെ അതിലൊന്നാണ് ഈ ഒരു ഫേസസിൻ്റെ കാജൽ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈനർ. താഴെ കാജലോണ്ട് എപ്പോഴും എഴുതാം. പിന്നെ വേണ്ടത് നമുക്കൊരു ലൈനർ, അത് മേലെ എഴുതാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ്. ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമനുസരണം എഴുതാട്ടോ. എനിക്കാണ് അധികം കട്ടിയിൽ എഴുതുന്നത് ഇഷ്ടമല്ല, ഭയങ്കര തിന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തതായിട്ടൊരു ഐബ്രോ പെൻസിൽ. ഞാൻ മുമ്പ് ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഐബ്രോ ഫില്ലിങ്ങിൻ്റെ ഈസി ബ്രോസ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരുപാട് ഭയങ്കര തിക്കിലൊന്നും ചെയ്യണ്ട. ബ്രൗൺ കളർ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ, ബ്ലാക്ക് ഒന്നും വാങ്ങരുത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മസ്കാര ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കും, കാരണം ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഫേസിന് തന്നെ വരണത് മസ്കാര. ഞാനിവിടെ ലോട്ടസിൻ്റെ മസ്കാരയാണ്. ഞാൻ അത്ര റിസൾട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഓർഡർ ചെയ്തത്, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ല ലാസ്റ്റ് സ്റ്റെയിനൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ലാഷസ് വെച്ച പോലെ ഒന്നുമില്ല. നോർമലായിട്ട് നമുക്കിപ്പോൾ ഡെയിലി മേക്കപ്പിനൊക്കെ പറ്റിയതാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ പോവുക, അങ്ങനത്തെ കുട്ടികൾക്ക്, അങ്ങനത്തെവർക്കൊക്കെ പറ്റിയതാണ്. ഒരുപാട് ബോളി ആക്കില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരും. അങ്ങനത്തെ ഒരു മസ്കാരയാണ് ലോട്ടസിൻ്റെ. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫൈനലായിട്ടുള്ള സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസിക്. അതായത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം
ഒരു ബേസിക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് കോണ്ടോറിങ്, ബ്ലഷ് വരുന്നുണ്ട്, ഹൈലൈറ്റർ വരുന്നുണ്ട്. ബ്ലഷ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിനൊക്കെ കണ്ടിട്ടില്ല ഒന്ന് എന്താ ഒരു റെഡിഷ് ആയിട്ടിരിക്കും, ഒന്ന് ചുമന്ന് തുടുത്തൊക്കെ ഇരിക്കില്ലേ, അങ്ങനെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യണത്. പിന്നെ ഹൈലൈറ്റർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ ഇപ്പം നോസ് ആണെങ്കിലും ശരി, നോസിൻ്റെ ഈ ഒരു എൻഡ്, ഐബ്രോസിൻ്റെ സൈഡിലൊക്കെ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യണത്. അതിപ്പോൾ ബിഗിനറെ സംബന്ധിച്ചത് ആവശ്യമില്ല, അത് ഇഷ്ടമാണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ വേണ്ടത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, എല്ലാവർക്കും ഒന്ന് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾക്കൊരു ഫേസ് വാഷ്, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ. പിന്നെ ടോണർ, അത് ഞാൻ ബയോട്ടിക്കിൻ്റെ എടുത്തത്, ഞാൻ പറഞ്ഞു വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മളെടുത്തത് മോയ്സ്ചറൈസർ, ഞാനിവിടെ എടുത്തത് VLCCയുടെ ആയിരുന്നു. VLCCയുടെ ഒരു മോയ്സ്ചറൈസർ എടുത്തു. പിന്നെ നമുക്ക് സൺസ്ക്രീൻ വേണം, അത് ലോട്ടസിൻ്റെയാണ് എടുത്തത്. പിന്നെ നമ്മൾ എന്തെടുത്തത്, പ്രൈമർ വേണമെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ, അത് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടതൊരു ഫൗണ്ടേഷൻ, അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇട്ടത് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് അത് സെറ്റാക്കി അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഫേസിലെ മേക്കപ്പിലോട്ട് കടന്നത്. അത് നമ്മൾ ഒരു കാജൽ എടുത്തു, പിന്നെ നമ്മളൊരു ലൈനർ എടുത്തു, പിന്നെ ഐഷാഡൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, ഞാനതിൽ പറഞ്ഞില്ല നമ്മളിത് എടുത്തു. പിന്നെ നമ്മൾ ഡാർക്ക് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസീലർ എടുത്തു. പിന്നെ നമുക്ക് മേക്കപ്പ് സ്പഞ്ച് വേണം. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ മസ്കാര, പിന്നെ ലിപ്സ്റ്റിക്ക്. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നന്നായി തന്നെ മേക്കപ്പ് ചെയ്യാനും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ഒരുങ്ങി നല്ലൊരു ഫങ്ഷനൊക്കെ നമുക്ക് തനിയെ ഒരുങ്ങാൻ പറ്റും ബിഗിനേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്, ബിഗിനേഴ്സിന് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതൊന്ന് ചെയ്തോളാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വേഗം കാണാം കേട്ടോ. ബൈ.